മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDA കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന KT ജലീൽ MLA പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്ത്. മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ലിതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മത ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സമസ്ത മറുപടി നൽകി. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ KT ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത്. മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ലെന്നും KT ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു. കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതിലും അധ്യാപകരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികളാണ് മുന്നിലുള്ളതെന്നും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് മത നേതാക്കൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ KT ജലീലിന്റെ ഈ വാദം സമസ്ത തള്ളി. കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണുന്നതിനു പകരം അതിൽ മതം കലർത്തുന്നത് ശരിയല്ലെന്നാണ് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞത്. അതേസമയം ഇതിനിടയിൽ KT ജലീൽ MLA പരാമർശങ്ങൾ ഏറ്റെടുത്ത് പ്രതികരണവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. താനും KT ജലീലും പറയുന്നത് ഒന്നു തന്നെയാണെന്നും ഇതേ കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞതെന്നും PC ജോർജ് അവകാശപ്പെട്ടു. തന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ടെന്നും ജനങ്ങൾ എന്തൊക്കെ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചു അതുവഴിയെ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്ത് തുടങ്ങിയെന്നും ജോർജ് പറഞ്ഞു. തനിക്കും കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന VD സതീശൻ, SDPI, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളെയും വെല്ലുവിളിക്കുന്നുവെന്നായിരുന്നു PC മറുപടി. ഏതായാലും സംഭവം വിവാദമായെങ്കിലും പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KT ജലീൽ. ഫേസ്ബുക്കിലൂടെയാണ് നേതാവ് ഇക്കാര്യം അറിയിച്ചത്. മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ പോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് തന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ ആധാരമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ 99% ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നാണ് തന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ഉണർത്തിയതെന്നും അദ്ദേഹം വാദിച്ചു.